ആരും സഹായിക്കാനില്ലെങ്കിലും ഭാരപ്പെടേണ്ട. ദൈവം തന്നെ സഹായത്തിനായിട്ട് ഇറങ്ങി വരും. ആരെങ്കിലുമൊക്കെ ദൈവം സഹായത്തിനായിട്ട് ഒരുക്കും. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. 2, നമ്മളോടുള്ള ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്കായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മളെയും ദൈവം ചെയ്യും ഒരുക്കും. ആ ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് മിദ്യാനിലെ പുരോഹിതൻ്റെ 7 പുത്രിമാർ വെള്ളം കുടിപ്പിക്കാനായിട്ട് വന്നു ആടുകൾക്ക്. അവർ വെള്ളം കോരി വെക്കുന്നു. കയ്യുകൊള്ളോ കാര്യക്കാരെന്ന് പറഞ്ഞതിൻ്റെ വിട്ട് കുറച്ച് ഇടയന്മാരിങ്ങോട്ട് വന്നിട്ട് അവരെ ആട്ടിക്കളഞ്ഞിട്ട് ഈ വെള്ളം എന്ത് ചെയ്യും? അവരുടെ ആടുകൾക്ക് എടുത്തു കൊടുക്കും. വീണ്ടും അവരും ആ ആടുകൾ കുടിച്ചതിന് ശേഷം പിന്നെയാണ് ഈ സഹോദരിമാർ വീണ്ടും വെള്ളം എടുത്ത് കുടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി സമയം പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ ദിവസവും ഇങ്ങനെ ഇടയന്മാർ വന്ന് ഒരു ആട്ടിക്കളഞ്ഞപ്പോൾ മോശ ആ വിഷയത്തിനകത്തോട്ട് അങ്ങോട്ട് പ്രതികരിക്കുകയും മോശ കണ്ടുവർ പേടിച്ച് അവർ മാറി. ആ വെള്ളം എന്ത് ചെയ്തു? ഈ ആടുകൾക്ക് കൊടുത്ത്. ഈ പെങ്കൊച്ചുങ്ങൾ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അപ്പം ചോദിക്കുക, ഇതെന്ത് ഇത്ര പെട്ടെന്ന് നിങ്ങൾ വന്ന് വെള്ളമൊന്നും കൊടുത്തില്ലയോ? അപ്പോഴവർ പറയുക 19ാമത്തെ വാക്യം, ഒരു മിസ്രീമിൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്ന ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. അവൻ തൻ്റെ പുത്രിമാരോട്, അവൻ എവിടെ? നിങ്ങൾ അവനെ വിട്ടേച്ച് പോകുന്നത് എന്ത്? ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. കണ്ടോ, ഇത്രോന് വേറൊരു പേര് ഋഗ്വേൽ. ഇത്രോൻ്റെ ഒത്തിരി ഗുണവിശേഷങ്ങൾ ഈ അധ്യായത്തിൽ ഈ വാക്യത്തിൽ കാണാൻ കഴിയും. പിന്നീട് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെട്ടു വരുമ്പോൾ മോശയെ കറക്റ്റ് ചെയ്യുന്നത്, ഉപദേശിക്കുന്നതൊക്കെ കാണാനായിട്ട് കഴിയും. നമുക്ക് ചില നല്ല ഗുണവിശേഷങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുത്താനായിട്ട് ഇടയായിത്തീരണം. ഇത് നല്ല കാര്യം നമ്മൾ അറിഞ്ഞോ? മറ്റുള്ളവർക്ക് സഹായമാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ ഇത്ര പറയുക, നിങ്ങൾ കൊള്ളാലോ, ഇത്ര ഒരു ഉപകാരം ചെയ്ത ഒരുത്തനെ നിങ്ങൾ അവിടെ വിട്ടച്ച് പോകുന്നത് എന്ത്? ഇന്നങ്ങനെ അനേകർ. ഹല്ലേലൂയ. സഭാപ്രസംഗിലൊരു ഭാഗമുണ്ട്, ജ്ഞാനിയായൊരു മനുഷ്യൻ തൻ്റെ ജ്ഞാനം കൊണ്ട് പട്ടണത്തെ വിടുവിച്ചു. പക്ഷേ ആ ജ്ഞാനി ആരും എന്ത് ചെയ്തില്ല? ഓർത്തില്ല. യേശു കർത്താവിൻ്റെ അടുത്തും 10 കുഷ്ഠരോഗികൾ വന്നു. 9 പേര് തിരിച്ചങ്ങ് പോയി. പക്ഷെ ഒരാൾ മടങ്ങി വന്ന് എനിക്ക് സൗഖ്യം കിട്ടിയതിൻ്റെ വാർത്ത നന്ദിയായിട്ട് പറയാനിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. നമ്മളെ ഒരാൾ സഹായിച്ചാൽ, നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്താൽ അവരോടും നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. ഇത്ര ചോദിക്കുക, നിങ്ങൾ ഇത്ര നന്ദി കാണിക്കാതിരുന്ന എന്താ? ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവൻ തൻ്റെ പുത്രിമാരോട്, അവൻ എവിടെ? നിങ്ങൾ അവനെ വിട്ടേച്ച് പോകുന്നത് എന്ത്? ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പി. ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ അവനെ വിട്ടിട്ട് പോകുന്ന എന്താ? നിങ്ങളുമായിട്ടൊരു പരിചയമില്ലാതിരുന്നപ്പോൾ നിങ്ങളെ വന്ന ആ മനുഷ്യ സഹായിച്ചപ്പോൾ അറ്റ്ലീസ്റ്റ് അവൻ്റെ പേരെങ്കിലും നിങ്ങളൊന്ന് ചോദിച്ചുകൂടായി? മിസ്രൈമിൻ എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ വിടുന്നത് എന്താ എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ഈ പെൺകൊച്ചുങ്ങൾ പോയി വിളിച്ചപ്പോൾ മോശയ്ക്കും അവിടെ അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നെന്ന് അവൻ പറഞ്ഞ് അവന് ഗർഷോം എന്ന് പേരിട്ടു. ഇതിനു മുമ്പേ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. അപരിചിതമായ ഒരിടത്താണ് നമ്മളെങ്കിലും ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സഹായം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അവിടെയും നമ്മെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ദൈവം ഒരുക്കും കേട്ടോ. അങ്ങനെയുള്ള ചില സഹായങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദൈവം തരാനായിട്ട് പോകാം. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, കർത്താവിനോട് കൂടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച വചനത്തിനകത്തൊരു വാക്യം ഇങ്ങനെ, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ദാവീദ് പറയുന്നൊരു പദം, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമാണ്. ഇപ്പോൾ ഞാൻ രാജാവായിരിക്കുന്നുണ്ട്, എനിക്കൊത്തിരി സുഖലോലുപതയൊക്കെ ഉണ്ട്, സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ ആശ്രയം ഞാൻ ഇതിലൊന്നിലും അല്ല വെക്കുന്നത്, അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ബാല്യം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ഇന്നും നമുക്കും അത് പറയാൻ കഴിയട്ടെ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതിയെന്ന് പാടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഇത്രോവിനെപ്പോലെ നമുക്കാകാം നന്ദിയുള്ളവരായി. മനുഷ്യരോട് ദൈവത്തോട് നമുക്ക് തീരാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചനത്തിന് മുമ്പിൽ
സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുകയും ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മെസ്സേജായിട്ട് ഇത് മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ കൃപ പകരണം, അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.